നമസ്കാരം. ആലപ്പുഴയുടെ തെക്കേ അരികിറങ്ങുന്നത് പറവൂർ ഗ്രാമത്തിലേക്കാണ്. അവിടെയാണ് പുന്നപ്ര എന്ന സമരഭൂമി. ആ സമരഭൂമിയിൽ കാലം സ്ഫുടം ചെയ്തെടുത്ത നേതാവിന്റെ പേരാണ് VS. ആ വിപ്ലവ സൂര്യൻ അവസാനമായി അന്ത്യവിശ്രമത്തിനായി ആ സമരഭൂമിയിലേക്ക് മടങ്ങുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. അണയാത്ത വിപ്ലവ വീര്യം VS അച്യുതാനന്ദന് വിട നൽകാനൊരുങ്ങി കേരളത്തിന്റെ രാഷ്ട്രീയ ഹൃദയം. സമരസപ്പെടാത്ത സമരാഗ്നിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അണമുറിയാതെ ആയിരങ്ങൾ. ദർബാർ ഹാളിൽ പൊതുദർശനം തുടരുന്നു. ഉച്ചയ്ക്ക് ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് വിലാപയാത്ര. വഴിയിലുടനീളം അന്തിമോപചാരം അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ. നാളെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും റീക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം. വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം ഒരുക്കും. VSന് ആദരാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രീയ കേരളം. ഇന്ന് പൊതു അവധി. സംസ്ഥാനത്ത് 3 ദിവസത്തെ ദുഃഖാചരണം. PSC പരീക്ഷകൾ മാറ്റി. സാധാരണക്കാരന്റെ തോളോട് തോൾ ചേർന്ന് നാടിനെ നയിച്ച ധീര നേതാവെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ജനപ്രിയ നേതാവ് VS അച്യുതാനന്ദന് വിട ചൊല്ലുകയാണ് കേരളം. സമരസപ്പെടാത്ത സമരാഗ്നിക്ക് ഇന്നലെ രാത്രി വൈകിയും പുലരുവോളവും ഇന്ന് രാവിലെയുമെല്ലാം ഹൃദയാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങളാണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ദർബാർ ഹാളിലെ പൊതുദർശനം ഇപ്പോഴും തുടരുന്നു. ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് വിലാപയാത്ര. നാളെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോലീസ് ഗ്രൗണ്ടിലും പൊതുദർശനം. പിന്നീട് വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. ദർബാർ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, രാഷ്ട്രീയ കേരളം പ്രിയ സഖാവിന് വിട നൽകുകയാണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും ദർബാർ ഹാളിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ VSന് ഹൃദയാഞ്ജലി അർപ്പിക്കുന്നത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരും അതുപോലെ തന്നെ അമൃത TVക്ക് വേണ്ടിയുമെല്ലാം ആദരാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ദർബാർ ഹാളിലെ പൊതുദർശനത്തിൽ അണമുറിയാതെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം സാധാരണക്കാരായ ജനങ്ങളടക്കം ഭരണസിരാ കേന്ദ്രത്തിലെ ദർബാർ ഹാളിലേക്ക് എത്തുകയാണ്. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, രാഷ്ട്രീയ കേരളം പ്രിയ സഖാവിന് വിട ചൊല്ലുകയാണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പൊതുദർശനം അണമുറിയാതെ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഹൃദയാഞ്ജലി അർപ്പിക്കുകയാണ്. 2 മണിയോടുകൂടി തന്നെ ആലപ്പുഴയിലേക്ക് വിലാപയാത്ര ആരംഭിക്കുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ക്രമീകരണം. അത് കൃത്യസമയത്ത് തുടരാൻ സാധിക്കുമോ? എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇപ്പോഴും ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ തന്നെ ഒരു പക്ഷേ 2 മണിക്ക് കൃത്യത പാലിക്കേണ്ടതുണ്ട് എന്ന് നേതാക്കൾ തന്നെ അറിയിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അതിന് സാധിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. 2 ഗേറ്റുകളിലൂടെയും ആളുകൾ ഒഴുകിയെത്തി VSന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ അത് അണമുറിയുന്നില്ല എന്നത് തന്നെയാണ്. ഇപ്പോഴും 9 മണിക്ക് ഇവിടെ പൊതുദർശനം ആരംഭിച്ചത് മുതൽ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സമയകൃത്യത പാലിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു 2 മണി എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ആളുകളെ വളരെ വേഗത്തിൽ തന്നെ കടത്തിവിട്ടുകൊണ്ട് പൊതുദർശനം പൂർത്തീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ കൃത്യസമയം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം
അത് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്ന് തന്നെയായാലും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രമുഖരാണ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള ആളുകളും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാത്രിയിൽ AKG സെന്ററിന്റെ പഴയ AKG സെന്ററിലും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുമായി നിരവധി ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. തുടർന്നാണ് 9 മണിയോടുകൂടി ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി എത്തിച്ചത്. അന്നേരം മുതൽ ആരംഭിച്ച തിരക്ക് അതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. ഒപ്പം അതിനാൽ തന്നെ നമുക്കറിയാം, ഇനി ഇവിടെ നിന്നും വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോകേണ്ടതുണ്ട്. കൊല്ലം ജില്ലയിലടക്കം 8 കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ VS-ന്റെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ ആലപ്പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആലപ്പുഴയിലും 2 കേന്ദ്രങ്ങൾ അടക്കമുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്നും പൊതുദർശനം അല്ലാതെ ആലപ്പുഴയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എത്ര സമയം നാഷണൽ ഹൈവേ വഴി തന്നെയാണ് പോകുന്നത്. അതിനാൽ തന്നെ എത്ര സമയം എടുക്കും എന്ന കാര്യം വ്യക്തതയില്ല. എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പൊതുദർശനം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായി പോലീസ് ആളുകളെ വളരെ വേഗം തന്നെ കടത്തിവിടുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയും. ഇപ്പോഴും ദർബാർ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സമര നായകനെ കാണാൻ ഒരു വലിയ ജനവിഭാഗം തന്നെ ദർബാർ ഹാളിൽ ഇപ്പോഴുമുണ്ട്. ജനസാഗരത്തിന് നടുവിലാണ് പ്രിയ സഖാവ്. ഇപ്പോൾ സമയം 1 മണിയായി. 2 മണിക്കാണ് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോകുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ സമയക്രമം തെറ്റുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ KK പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, നേരത്തെ നമ്മൾ VS രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നുള്ളതൊക്കെ സംസാരിച്ചു. ഒപ്പം എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗം VS എത്രത്തോളം അതുല്യനാണ്, അനന്യനാണ് എന്നുള്ള സ്മരണകളൊക്കെയാണ് പങ്കുവച്ചത്. നമുക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയധികം ജനക്കൂട്ടത്തെ ആഘോഷിച്ച നേതാക്കൾ ചുരുക്കമേ ഉള്ളൂ. അതായത് വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കാനും അതുപോലെ തന്നെ സാധാരണക്കാരുമായി സംവദിക്കാനുള്ള VS-ന്റെ കഴിവാണ് അതിന് പിന്നിൽ. അതിൽ ഈ ഹൃദയാഞ്ജലി അർപ്പിക്കാനെത്തിയ അവസാന കാഴ്ചയിലും നമുക്ക് മനസ്സിലാക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ആളായിരുന്നു VS എന്നുള്ളത്. അമ്പിളി, ഏറ്റവും ഒടുവിലുള്ള ഒരു സാധാരണക്കാരനും അടുത്തറിയാൻ കഴിയുന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദൻ എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും സാധാരണക്കാരനായ അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് സമരനായകനായി മാറുന്നത് പലപ്പോഴായി പലരും പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ആ സമരം ആരും ശ്രദ്ധിക്കാത്തതായിരിക്കാം, അത്തരം സാഹചര്യങ്ങൾ ആരും ഏറ്റെടുക്കാത്തതായിരിക്കാം, അതിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരിക്കില്ല. പക്ഷെ VS ഏറ്റെടുക്കുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ VS ഏറ്റെടുത്ത് കഴിയുമ്പോഴേക്കും അതിന്റെ സാഹചര്യം മാറുന്നത് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ആ സമരം പിന്നെ വലിയ ജനകീയ സമരമാകുന്നു. അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സംവിധാനത്തിനും മാറി നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തില്ല. അങ്ങനെ ഒരു വിഷയത്തെ വളരെ കൃത്യമായി ഏറ്റെടുത്ത് അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തുകയും അത് വലിയ ജനകീയ സമരമായി മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും VS ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും പ്രധാനപ്പെട്ട പല വിഷയങ്ങളെയും ജനകീയ വിഷയങ്ങളെ ഏറ്റെടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയുകയൊക്കെ ചെയ്തത് VS ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളോ പല നേതാക്കളോ ഒക്കെ വിട്ടുനിന്ന സമരങ്ങളുണ്ടാകാം, ഏറ്റെടുക്കാത്ത പ്രശ്നങ്ങളുണ്ടാകാം. അതൊക്കെ ഏറ്റെടുക്കാൻ VS-ന് കഴിഞ്ഞു എന്നുള്ളതാണ് VS മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അങ്ങനെ നിരവധിയായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത നേതാവ് കൂടിയാണ് VS-നെ എല്ലാവരും തിരിച്ചറിയുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നിരവധി ആളുകൾ ഒരു 2 മണി എന്നുള്ളതാണ് നിലവിൽ പാർട്ടി അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം അറിയിച്ചു. അതിനപ്പുറത്തേക്ക് നീണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സൂചനകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഈ സമയവും ഒരുപക്ഷെ ഇതൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തന്നെയാണ് പറയേണ്ടി വരും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു സൈദ്ധാന്തികനായോ CPM-ന്റെ വലിയ രീതിയിൽ അതിന്റെ സംഘടനാ സംവിധാനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സൈദ്ധാന്തിക സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ച് അതിലേക്ക് ജനങ്ങളെ ആകർഷിച്ചൊരു നേതാവല്ല VS അച്യുതാനന്ദൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏതൊക്കെ തരത്തിലായിരിക്കണം പ്രതികരിക്കേണ്ടത്, ഏതൊക്കെ വിഷയങ്ങൾ ഏറ്റെടുക്കണം, അങ്ങനെ സാധാരണക്കാരെ കൂടെ നിർത്തി അവരിൽ ഒരാളായി സമരങ്ങൾ ഏറ്റെടുത്ത നേതാവാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പലരും ഏറ്റെടുക്കാൻ മടിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് VS-നെ അല്ലെങ്കിൽ VS എന്ന നേതാവിനെ കരുത്ത് പകർന്നത് അദ്ദേഹം അതിനു മുൻപ് ഏറ്റെടുത്ത ചില സാഹചര്യങ്ങളും വളർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ തന്നെയാണ്. ചെറുപ്പത്തിൽ അതിതീക്ഷ്ണമായ ബാല്യമുണ്ടായിരുന്നു. അതിനുശേഷമുള്ള എല്ലാം തന്നെ സമര പോരാട്ടങ്ങളുടെയാണ്. 17-ാമത്തെ വയസ്സിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന ഒരു കാലഘട്ടം. സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നാണ് VS തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഇടതുപക്ഷ അനുഭവം തുടർന്ന് അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും VSന്റെ പ്രവർത്തനങ്ങൾ, VSന്റെ നിലപാടുകളെല്ലാം തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ ഘട്ടത്തിലും വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് VS മുന്നോട്ട് പോയിരുന്നത്. അവസാന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ 2000-ഓടടുക്കുന്ന സമയത്ത് തന്നെ VS പിണറായി എന്ന് പറയുന്ന ഒരു സഖ്യം തന്നെ അല്ലൊരു രീതി തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്ന സാധനം. പാലക്കാട് സമ്മേളനത്തിൽ VSന്റെ നേതൃത്വത്തിൽ വെട്ടിനിരത്തലുണ്ടാകുന്നു. മലപ്പുറം സമ്മേളനത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ പാടെ മറിയുന്നു. VSനെ അവിടെ വെട്ടിനിർത്ത VS പക്ഷക്കാരായ മുഴുവൻ ആളുകളെയും ഒതുക്കപ്പെടുന്ന ഒരു സാഹചര്യം. കോട്ടയം സമ്മേളനത്തിൽ നിന്ന് VSന്റെ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യം, VSന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു. അതിനേക്ക് തന്നെ പിണറായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആലപ്പുഴ സമ്മേളനത്തിന് VSന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ആലപ്പുഴ സമ്മേളനത്തിൽ VS ഇറങ്ങിപ്പോകുമ്പോൾ എന്തുകൊണ്ട് VS ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ VS പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ചോർന്നു നൽകുന്നു. ആ കത്ത് ചോർന്നു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട കടുത്ത വിമർശനം VSനെതിരെയും ആ കത്ത് ചോർത്തിയവർക്കെതിരെയൊക്കെ ഉണ്ടാകുന്നു. VSന്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെയൊക്കെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് VS അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുന്നു. അങ്ങനെ CPMന്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ VS സമ്മേളന ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ടാകുന്നു. ഒരുപക്ഷെ VS CPMൽ നിന്ന് പുറത്തേക്കുന്ന തരത്തിൽ മാധ്യമങ്ങളാകെ തന്നെ ഞെട്ടലോടുകൂടി കാണുന്ന, അല്ലെങ്കിൽ ജനങ്ങളാകെ തന്നെ കാണുന്ന ഒരു കാഴ്ചയുണ്ടാകും. പക്ഷെ അപ്പോഴും VS പറഞ്ഞ മറുപടി ഈ പാർട്ടിക്കാരനായാണ് താൻ ജനിച്ചു വളർന്നത്, അങ്ങനെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് മരണം വരെയും അത് തന്നെയായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് VS സൂചിപ്പിച്ച പോലെ തന്നെ ജ്വലിക്കുന്ന ഓർമ്മയാണ്. ദർബാർ ഹാളിൽ ജനനായകനെ കാണാൻ ജനപ്രവാഹമാണ്. 2 മണിക്ക് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോകുമെന്നായിരുന്നു നിലവിലെ ക്രമീകരണം. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും വലിയ തിരക്കാണ് അവസാനമായി VSനെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തുന്നത്. ഇനി VSനെ അവസാനമായി സ്വീകരിക്കാൻ വേലിക്കകം വീട് ഒരുങ്ങിക്കഴിഞ്ഞു. ഏറെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ചേതനയേറ്റ് ജനനായകനെത്തുമ്പോൾ നാടും നഗരവും അദ്ദേഹത്തിന് വിട ചൊല്ലുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുന്നുണ്ട്. അജയ്, ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ ഏറെ വൈകാരികമാണ്. VSനെ സംബന്ധിച്ച് ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ജയവും പരാജയവും അറിഞ്ഞ മണ്ണാണ്. ഒപ്പം പുന്നപ്രയിൽ നിന്നാണ് VS എന്ന സമരനായകനും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവൊക്കെ ഉദയം കൊള്ളുന്നത്. എങ്ങനെയാണ് ആ നാട് പ്രിയപ്പെട്ട സഖാവിന് വിട ചൊല്ലാൻ ഒരുങ്ങുന്നത്? അമ്പിളി, ഇവിടെ അവസാനപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകം ബാരിക്കേഡ് തിരിച്ച് VSനെ അവസാനമായി കാണുവാൻ എത്തുന്ന ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്നതും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഇതിനോട് ഒരുക്കിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി R. നാസറും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉൾപ്പെടെയുള്ളവർ എത്തി ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ട്. ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി എല്ലാം സജ്ജമായി തന്നെ ഇരിക്കുകയാണ്. VS സാധാരണഗതിയിൽ ഇവിടെ എത്തുമ്പോൾ ഇരിക്കാറുള്ള VSന്റെ ഇഷ്ടയിടം വീടിന് സമീപമുള്ള ഒരു ചെന്നൈയാണ്. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഫോട്ടോ ഉൾപ്പെടെ വെച്ച് പുഷ്പാർച്ചന നടത്തുവാനുള്ള ക്രമീകരണം ഉൾപ്പെടെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുറത്തായിട്ടുള്ള ഇടം പ്രത്യേകം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഈ വേലിക്കകത്ത് വീട്ടിലെത്തിയതിനു ശേഷം പുലർച്ചയോടുകൂടിയാണ്, അതായത് 9 മണിയോടുകൂടിയാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുക. അവിടെ പ്രദർശനം നടക്കും. ശേഷം 11 മണിയോടുകൂടി അവിടുന്ന് പോലീസ് റീക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രദർശനം ഉണ്ടാകും. 2000 പേർക്ക് ഇരിക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രധാനമായും CPM പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കായിരിക്കും ഇത്തരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക. അതിനുശേഷം 4 മണിയോടുകൂടിയാണ് വലിയ ചുടുകാടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇവിടെയും പ്രത്യേകം 1000 ആളുകൾക്ക് ഇരിക്കുവാനുള്ള ക്രമീകരണമാണ് വലിയ ചുടുകാടിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും VS അവസാനമായി എത്തുന്ന VSന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് VS എത്തുമ്പോൾ VSനെ അന്തിമോപചാരം അർപ്പിക്കുവാനും VSന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമായി ആയിരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഈ നാടും നഗരവും എല്ലാം തന്നെ പ്രിയപ്പെട്ട ജനനേതാവിന് അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഈ മണ്ണിൽ, ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ് VS തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കൊടുത്ത് ഇടയ്ക്ക് കൊല്ലത്തുണ്ടെങ്കിൽ പോലും കൊല്ലം ആലപ്പുഴയിലെത്തി കുട്ടനാട്ടിന്റെ മണ്ണിലാണ്. കുട്ടനാട്ടിലെ മണ്ണും മനസ്സും അറിഞ്ഞ് പ്രവർത്തിച്ച നേതാവ് കൂടിയാണ് VS. അതുകൊണ്ട് തന്നെ ആലപ്പുഴ പ്രത്യേകം VSനെ ഹൃദയഭേദകമായി തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടിനെ സംബന്ധിച്ചും VSന് വൈകാരിക ബന്ധം പുലർത്തിയിരുന്ന വീട് കൂടിയാണ് വേലിക്കകത്ത് വീട്. VSന്റെ പ്രത്യേക പല ഘട്ടങ്ങളിലും ഈ മുൻപ് സൂചിപ്പിച്ചോടെ തന്നെ CPM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോ
അതിനുശേഷം ആദ്യമായി എത്തിയത് വേലിക്കകത്ത് വീട്ടിലേക്കാണ്. വീട്ടിലിരിക്കുമ്പോഴും അനുനയിപ്പിക്കാൻ എത്തിയ നേതാക്കന്മാർ മൗനം നടിക്കുകയായിരുന്നു. അതിനുശേഷമാണ് VS തിരുവനന്തപുരത്ത് മടങ്ങുന്നതും അവസാനമായി എത്തുന്നത് 2019 ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്നത്. അന്ന് അതിനുശേഷം പുന്നപ്ര വയലാർ സമര രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാൻ എത്തി. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത്. അതിനുശേഷം VS ഇങ്ങോട്ടേക്ക് എത്താൻ VSന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവസാനമായി VSന്റെ വേദനയേറ്റ ശരീരമാണ് ഇനി ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ VSന് അന്തിമോപചാരം അർപ്പിക്കുവാൻ VSന് വളരെ വൈകാരികമായ തലത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ തന്നെ നിരവധിയായ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ശരി, VSനെ അവസാനമായി സ്വീകരിക്കാൻ വേലിക്കകം വീടും ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ പുലർച്ചയോടുകൂടി എത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദിവാസികൾ അരേക്കർ ഭൂമി കയറിക്കിടക്കാൻ ചോദിച്ചവരെ വെടിവെച്ച ഗുണ ഈ ആന്റണിയും ഉമ്മൻചാണ്ടിമാർ ടാറ്റയുടെ കയ്യിൽ അയാൾ കയ്യേറിയെടുത്ത ഭൂമി സർക്കാരിൻ്റെതാക്കാൻ നടപടി സ്വീകരിച്ചോ? അതോ ടാറ്റയെ കണ്ടപ്പോ മൂത്രം ഒഴിച്ചോ? കാല് ഡഗാന്നടിച്ചോ? എന്താ സംഭവിച്ചത്? കാലത്തിനതീതമായ നേതാവാണ് VS എന്നാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും പ്രതികരിച്ചത്. എല്ലാ കാലത്തും VSനെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഓർമ്മിച്ചു. And this nation first. That is what he has contributed to our great nation. And irrespective of any party ideology, he was loved and revered and respected by everybody. That was his greatness. Such persons are very rare nowadays. We want and we will be remembering him very fondly every time. I pay my tributes to him. VS വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. VSന് മരണമില്ല, അദ്ദേഹത്തിന്റെ സമരങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും ബൃന്ദ കാരാട്ട് അനുസ്മരിച്ചു. Mourn the passing of our beloved leader, our veteran leader, a great communist revolutionary, and his passing has left a huge gap for the communist movement, the left movement, because really VS was a warrior against injustice, against exploitation for the poor. And today when we come here to pay homage to him, we know that science has not developed enough to stop death having claimed him, but we also know that VS will never die. VS will always live on because he lives in the hearts of the people he dedicated his life to, for socialism, for a better India. VSന്റെ വേർപാട് എല്ലാവരുടെയും നഷ്ടമാണെന്നും നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാടിയ വ്യക്തിയാണെന്നും മന്ത്രി V ശിവൻകുട്ടി ഓർമ്മിച്ചു. പോരാളി വർഗത്തിൻ്റെ നേതാവ്, നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാട്ടം നടത്തുന്ന വ്യക്തി, സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തി, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ, സ്നേഹവും വാത്സല്യവും, അങ്ങനെ തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു. അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ശ്രദ്ധിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് കേരളത്തിൻ്റെ ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സാറിൻ്റെ വേർപാട് പ്രതിപക്ഷ നേതാക്കൾ VSനെ അനുസ്മരിക്കുന്നു. ഇനി അതിലേക്ക്. കേരളം VS അച്യുതാനന്ദന് വിട പറയുന്ന സമയമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു പൊതുപ്രവർത്തകന് പ്രായം ഒരിക്കലും പോരാട്ട വീര്യത്തിന് തടസ്സമാകില്ല എന്ന് മുഴുവൻ ആളുകളോടും സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, കേരള നിയമസഭയിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ഗവൺമെൻറ്റിൽ ഞാൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. 2004 ഗവൺമെൻറ്റിൽ മുല്ലപ്പെരിയാറിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്നൊരു ദിവസമാണ്.
നിയമസഭയിൽ അദ്ദേഹം വളരെ ശക്തമായ രൂപത്തിലുള്ള നിലപാടെടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങക്ക് സൗകര്യമുള്ളൊരു ദിവസം പറഞ്ഞു, ഇന്നെങ്കിൽ ഇന്ന്, നാളെങ്കിൽ നാളെ നമുക്ക് ആ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. നിയമസഭയിൽ പറഞ്ഞ ആ വാക്കിനോട് അദ്ദേഹം പ്രോപ്പറായിട്ട് പ്രതികരിച്ചു. നിലപാടുകളിൽ കാർക്കശ്യമുണ്ടായിരുന്നു, പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നല്ല ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. നല്ല സൗഹൃദം, കാണുമ്പോഴൊക്കെ നല്ല സൗഹൃദം അദ്ദേഹം പുലർത്തുമായിരുന്നു. കാണുമ്പോൾ നമുക്കൊരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് പെരുമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനഃശുദ്ധി, അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ജനങ്ങൾ നേരിട്ട് ഇന്നാൾ മുഖ്യമന്ത്രി വേണം എന്ന് തീരുമാനിച്ചുറച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2006 നടന്നത്. അന്ന് ഞങ്ങളൊക്കെ UDF സ്ഥാനാർത്ഥികളായിട്ട് ഇന്ന് പരാജയപ്പെട്ടാണ്. അതിൻ്റെ മുഖ്യ കാരണം PS മതി CM ആയിട്ട് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ജനത്തിന് മൊത്തത്തിലുണ്ടായി. അപ്പം അങ്ങനെ ഒരു മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും അധികം പ്രതിപക്ഷം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ രംഗങ്ങളിലും തെറ്റുകൾക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും അദ്ദേഹത്തിനെ ജനങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് എൻ്റെ മകൻ ഉൾപ്പെടെ ആരെങ്കിലും ലോട്ടറി അന്വേഷണം അട്ടിമറിക്കാൻ പണം വാങ്ങുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൂടി CBI അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു. ഇടവേള. ഇപ്പോൾ ദർബാർ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ദർബാർ ഹാളിൽ നിന്നും അൻഫിൽ ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, പാർട്ടി ആസ്ഥാനത്തും അതുപോലെ തന്നെ വേലിക്കകത്തെ വീട്ടിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിപ്ലവ സൂര്യന് അവസാനം ഒരു നോക്ക് കാണാൻ അവിടേക്കും ജനങ്ങൾ ഒഴുകിയെത്തി. ഇപ്പോൾ ദർബാർ ഹാളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പറഞ്ഞതിൽ അധികമുള്ള സമയം കഴിയുമെന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു രാഷ്ട്രീയ ഇതിഹാസം വിട പറയുന്നു. ഒരു യുഗ അന്ത്യമാവുകയാണ്. കേരളീയ രാഷ്ട്രീയ സമൂഹത്തിന് VSന്റെ വിടവ് എത്രത്തോളം ശൂന്യത സൃഷ്ടിക്കും, ഒപ്പം തന്നെ VS കേരളീയ സമൂഹത്തിന് എത്രത്തോളം നിത്യഹരിത സാന്നിധ്യമായിരിക്കും? ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാതെയാണ് VS അച്യുതാനന്ദൻ വിടവാങ്ങുന്നത്. ഇപ്പോൾ തലസ്ഥാന നഗരി അദ്ദേഹത്തിന് വിടത്തില്ലാനായി ഒരുങ്ങുന്നു. അതാണ് ഏറ്റവും അദ്ദേഹം ഹൃദയഭേദമായ ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത്. VS എന്ന യുഗം ഇനി ഇവിടെ അവസാനിക്കുകയാണ്. ഈ തലസ്ഥാന നഗരിയോട് അദ്ദേഹം വിട പറയുന്നു. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിലേറിയ പങ്കും വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ഇവിടെ ഈ തലസ്ഥാന നഗരിയിൽ ഊന്നി അദ്ദേഹം പ്രവർത്തിച്ചു. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും, മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ തലസ്ഥാന നഗരിയോടാണ് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തോട് വിട പറയാനായി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെയും ഈ 2 മണി എന്ന സമയത്തോട് അടുക്കുമ്പോഴത്തേക്കും വലിയൊരു ജനപ്രവാഹം ഇവിടെ വരുന്നു. VSനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തെ യാത്ര വഴി അദ്ദേഹത്തിന് അന്ത്യമൊഴിയാകാനായി, അന്ത്യ അഭിവാദ്യം അർപ്പിക്കാനായി അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്ക്, ഇപ്പൊ ദൃശ്യങ്ങളൊക്കെ കാണാം, വലിയ രീതിയിലുള്ള തിരക്ക്, ഒരു തള്ളിക്കയറ്റം തന്നെയാണ് VSനെ അവസാനമായി കാണാനായി. VS ഉറപ്പാണ്, VS അച്യുതാനന്ദൻ എന്ന വിപ്ലവകാരി അദ്ദേഹം ഇവിടെ വിടവാങ്ങുമ്പോൾ നേതാവാണ്. അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിച്ചത് ഈ സാധാരണക്കാരുടെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു VS. അതായത് എപ്പോഴും പാർട്ടി ഈ പ്രത്യയശാസ്ത്രങ്ങൾക്കപ്പുറത്തേക്ക് മുതലാളിത്തവുമായിട്ട് സമരസപ്പെട്ടിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ സമരസപ്പെട്ട് തുടങ്ങിയപ്പോൾ യാഥാസ്ഥിതിക കമ്മ്യൂണിസ്റ്റ് വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ യാഥാസ്ഥിക കമ്മ്യൂണിസ്റ്റിൽ അടിയുറച്ച നേതാക്കളുടെ ഒരു പ്രതീക്ഷയായിരുന്നു VS അച്യുതാനന്ദൻ. ആ പ്രതീക്ഷയാണ് പതിറ്റാണ്ടുകളായി നിന്നിരുന്ന ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ഇവിടെ അസ്തമിക്കുന്നത്. ഇനി VS ഓർമ്മകളിലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരുപക്ഷെ നിലനിൽക്കും. കാരണം ആ പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പും അതിന്റെ ഒരു പാഠവും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ VS ഉയർത്തിയ സിദ്ധാന്തങ്ങൾ, VS ഉയർത്തിയ ആശയം, ആ ആശയം ഇതോടുകൂടി നശിപ്പിക്കുകയാണ്. അതാണ് ഇന്നും ജനങ്ങളെ കണ്ണീരിലാക്കുന്നത്. കൊണ്ട് VSനെ ഇപ്പോഴും നിലയ്ക്കാത്തൊരു പ്രവാഹമായി VSനെ കാണാനായി ഒഴുകിയെത്തുന്ന ജനങ്ങൾ VS എന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയോ അല്ലെങ്കിൽ VS എന്ന മുഖ്യമന്ത്രിയെയോ അല്ല കാണാനായി എത്തുന്നത്. VS എന്നുണ്ടായിരുന്ന ഒരു സമര നായകനായിരുന്നു, ജനങ്ങളുടെ ഒപ്പം നിന്നൊരു നായകനാണ്. പ്രസ്ഥാനത്തിനപ്പുറത്തേക്ക്
അത് തന്നെയാണ് വി എസ് എല്ലാ കാലവും. ഇപ്പോൾ വി എസിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? രാഷ്ട്രീയ നേതാവാണോ, ഒരു പരിസ്ഥിതിവാദിയായാണോ, ഒരു സമര മുഖത്ത് നിൽക്കുന്ന ഒരു നായകനായാണോ, അല്ലെങ്കിൽ അശരണർക്കും നിരാലംബരർക്കും, അല്ലെങ്കിൽ എവിടെ ഒരു അനീതിയുണ്ടോ, എവിടെ ഒരു അനീതി അല്ലെങ്കിൽ ഒരു ക്രമക്കേട്, ഒരു അഴിമതി, ഇതൊക്കെ എവിടെയുണ്ടോ ആ ഭൂമാഫിയകൾക്കെതിരെ പോരാടിയ വ്യക്തി, എവിടെയാണ് പട്ടയ സമരങ്ങൾക്കും പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, എവിടെയും സമരമുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മുഖം. അങ്ങനെ ഒരു സമരനായകന് ഇനി കേരള രാഷ്ട്രീയത്തിൽ ഇടമില്ല, ഇനി കേരള രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് വി എസ് അച്യുതാനന്ദന്റെ വിട. ഒരു ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ വി എസിന് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സൂചിപ്പിച്ച പോലെ തന്നെ വി എസ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ സമയം ചെലവഴിച്ച അല്ലെങ്കിൽ ഏറെ കാലം പങ്കിട്ട തലസ്ഥാന നഗരിയിൽ നിന്നും വിട പറയാനൊരുങ്ങുകയാണ്. 2 മണിയോടുകൂടി തന്നെ വിലാപയാത്ര ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള ക്രമീകരണങ്ങൾ. പക്ഷേ അത് വൈകുമെന്നുള്ളതാണ് ദർബാർ ഹാളിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. വളരെ പെട്ടെന്ന് ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് പോയാൽ, തിരക്കഥാകൃത്തും പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് വർഗീസ് വൈദ്യന്റെ മകനുമായ ചെറിയാൻ കൽപ്പകവാടി വി എസിനെ അനുസ്മരിക്കുന്നു. വി എസുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ പിതാവ് കുട്ടനാട്ടിൽ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ആദ്യമായിട്ട് അവിടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു. എസ് കെ ദാസ് സെക്രട്ടറിയും വി എസ് അച്യുതാനന്ദൻ വി എസ് ജോയിൻറ്റ് സെക്രട്ടറിയുമായിട്ടാണ് അവിടെ കർഷക തൊഴിലാളി പ്രസ്ഥാനം ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ പിതാവും അദ്ദേഹം തമ്മിലുള്ള ഭയങ്കരമായ മാനസിക ബന്ധം ഉണ്ടായിരുന്നു. അന്ന് ആലപ്പുഴയിൽ ഫാദർ താമസിക്കുന്ന സമയത്ത് ആലപ്പുഴ വന്നാൽ ഫാദറിൻ്റെ കൂടെ വൈദ്യൻ, ഫാദർ എന്ന് പറഞ്ഞാൽ വർഗീസ് വൈദ്യൻ. വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ ആദരാഞ്ജലി അർപ്പിച്ച് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും മാതാ അമൃതാനന്ദമയി മഠവും ജനങ്ങളുടെ അവശതകളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് തോളോട് തോള് ചേർന്ന് നാടിനെ നയിച്ച നേതാവായിരുന്നു വി എസ് എന്നും, ന്യായമായ ആവശ്യങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ ആ ധീര നേതാവ് സദാ സഹായഹസ്തം നീട്ടിയിരുന്നുവെന്നും അനുസ്മരിച്ചു. ജനങ്ങൾക്ക് ആത്മവീര്യം പകർന്നു നൽകിയ അനിഷേധ്യനായ ജനനായകന്റെ നിര്യാണത്തോടെ സംഭവബഹുലമായ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. വി എസ് വേർപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും ഭാവി തലമുറയ്ക്ക് പ്രചോദനമായി, വഴികാട്ടിയായി നിലകൊള്ളുമെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അനുയായികളുടെയും ദുഃഖത്തിൽ അമ്മയും മഠവും പങ്കുചേരുന്നുവെന്നും മഠം അറിയിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.